أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الله الصمد السلام عليكم ورحمة الله وبركاته. സൂറ ഇഖ്ലാസിലെ രണ്ടാമത്തെ ആയത്താണ് ഓതിക്കേൾപ്പിച്ചത്. അർത്ഥം: അല്ലാഹു സർവാധിനാഥനാകുന്നു, അതായത് സ്വാശ്രയനും എല്ലാവരാലും ആശ്രയിക്കപ്പെടുന്നവനുമാണ്. കഴിഞ്ഞ ദർസിൽ ഒരു ചോദ്യത്തിനുള്ള മറുപടി പറഞ്ഞിരുന്നു. അതായത് അല്ലാഹു സമദാണ് എന്നുള്ളത് വെറും ഒരു ദഅവ മാത്രമാണ്, അതിന് തെളിവൊന്നുമില്ല. കാരണം നമ്മൾ അവനെ നേരിട്ട് കാണുന്നില്ല. അതുകൊണ്ട് അവൻ സ്വാശ്രയനാണോ, അവൻ സമദാണോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട് എന്നുള്ള ചോദ്യത്തിന് മറുപടി നൽകിക്കൊണ്ട് ഹുസൂർ പറഞ്ഞത്, ഈ ചോദ്യത്തിന് ഒരേ മറുപടിയുള്ളൂ. നമ്മൾ ഈ ലോകത്തിലെ സർവ്വതിനും അള്ളാഹുവിൻ്റെ ആവശ്യമുണ്ട് എന്ന് തെളിയിക്കുകയാണെങ്കിൽ അള്ളാഹു സ്വാശ്രയനാണ് എന്ന കാര്യം സ്വയം തന്നെ തെളിയുന്നതാണ് എന്ന് ഹുസൂർ പറഞ്ഞിരുന്നു. ഹുസൂർ തുടരുന്നു, ഈ കാര്യം പകൽ വെളിച്ചം പോലെ സ്പഷ്ടമായ ഒരു കാര്യമാണ്, പക്ഷേ മനുഷ്യർ അത് ഗ്രഹിക്കുന്നില്ല. ഇതിനെ വിവരിച്ചുകൊണ്ട് ഹുസൂർ പറയുന്നു, ഈ ലോകത്തിലെ ഓരോ വസ്തുവിനെയും നമ്മൾ പരീക്ഷിക്കുകയാണെങ്കിൽ, അതായത് ഏതൊരു ചെറിയ വസ്തുവാണെങ്കിലും ഒരു വലിയ സംഭവമാണെങ്കിലും ഈ ലോകത്തിൽ ഒന്നും തന്നെ ഇൻഡിപെൻഡൻ്റായി ഇല്ല. ഓരോന്നും മറ്റൊന്നിനെ ആശ്രയിച്ചാണ് നിലനിൽക്കുന്നത്. ഉദാഹരണത്തിന്, നമ്മൾ ഒരു ചെറിയ പാർട്ടിക്കിളിനെ എടുത്തു നോക്കിയാലും, അല്ല ഇനി വലുതായ ഈ ഭൂമിയെയോ അല്ലെങ്കിൽ സൂര്യനെയോ എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ മനസ്സിലാക്കാം, ഈ ഭൂമിയിലെ ഒന്നും തന്നെ ഇൻഡിപെൻഡൻ്റായി നിലനിൽക്കുന്നില്ല. ഈ ലോകത്ത് കാണപ്പെടുന്ന ഓരോ വസ്തുവും തൻ്റെ നിലനിൽപ്പിന് മറ്റൊന്നിനെ ആശ്രയിക്കുന്നു. ഈ ആശ്രയം വ്യക്തമാക്കുന്നത് ഈ ലോകം തൻ്റെ അസ്തിത്വത്തിൽ കായമല്ല, മറിച്ച് ഇതൊക്കെ ആരുടെയോ പ്രവൃത്തിയാണ്. ഇതിനെയെല്ലാം ചലിപ്പിക്കുന്ന ആരോ ഒരാൾ ഉണ്ട്. കാരണം മറ്റൊന്നിനെ ആശ്രയിക്കുന്ന ഒന്ന് താൻ തന്നെ സൃഷ്ടിക്കപ്പെടുന്നതല്ല. ഇനി ആരെങ്കിലും ഇങ്ങനെ പറയുകയാണെങ്കിൽ, ഹുസൂർ തഫ്സീറിൽ വിവരിക്കുന്നു, ഇനി ആരെങ്കിലും ഇങ്ങനെ പറയുകയാണെങ്കിൽ, അതായത് സയൻസ് ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുകയാണ്, ഈ ലോകം സ്വാശ്രയനാണ് എന്നത് പിന്നെ സയൻസ് കൂടുതലായി ഡെവലപ്പായാൽ ഒരു ദിവസം തെളിയിക്കപ്പെടുന്നതായിരിക്കാം എന്ന് ആരെങ്കിലും പറയുകയാണെങ്കിൽ ഹുസൂർ മറുപടിയായി പറയുന്നു, ഇവിടെ പ്രധാനപ്പെട്ട കാര്യം ഇതുവരെ ഇങ്ങനെയൊന്നും തെളിയിക്കപ്പെട്ടിട്ടില്ല. ഇനി സയൻസ് കൂടുതൽ പുരോഗമിക്കുമ്പോൾ ഈ ലോകം സ്വാശ്രയമല്ല എന്നത് കൂടുതൽ സ്പഷ്ടമായി തെളിയുന്നതായിരിക്കാം. കാരണം ഇതുവരെ അങ്ങനെയാണ് നടന്നു വന്നത്. അതായത് ഈ ലോകത്തിലെ വലിയ വലിയ സയൻറ്റിസ്റ്റുമാരും പണ്ഡിതന്മാരും എത്ര തന്നെ ഈ യൂണിവേഴ്സിനെ പഠിക്കുന്നുവോ, എത്ര തന്നെ റിസർച്ചുകൾ നടത്തുന്നുവോ, അത്രയും ഈ ലോകം സ്വാശ്രയമല്ല എന്നുള്ള കാര്യം കൂടുതലായി ഇതുവരെ തെളിഞ്ഞു വന്നതാണ്. അപ്പോൾ ഇനിയും കൂടുതലായി സയൻസ് ഡെവലപ്പാകുമ്പോൾ ഈ കാര്യം, അതായത് ഭൂമി സ്വാശ്രയനല്ല എന്നുള്ള കാര്യം കൂടുതൽ സ്പഷ്ടമായി തെളിയുന്നതായിരിക്കാം എന്ന് ഹുസൂർ പറയുന്നു. ഹുസൂർ തുടർന്ന് തഫ്സീർ വിവരിച്ചുകൊണ്ട് പറയുന്നു, അസ്സമദ് എന്ന പദത്തിൻ്റെ മറ്റൊരർത്ഥം അർ-റഫീഅ എന്നാണ്. അതായത് ബുലന്ദ് ദറജാത്ത് വാല, ഉയർന്ന ദറജയിലുള്ള ഒരാൾ. ഈ അർത്ഥം വെച്ച് അല്ലാഹു സമദ് എന്നതിനെ വിവരിക്കുകയാണെങ്കിൽ അല്ലാഹു ഒരു ഉയർന്ന ദറജയിലുള്ളവനാണ് എന്ന അർത്ഥം വരും. അതായത് അല്ലാഹു തൻ്റെ ഏകത്വത്തിൽ ഒരു ഉയർന്ന നിലയിലുള്ളവനാണ്. അവൻ ലാ മെഹദൂദാണ്, ലിമിറ്റേഷൻസ് ഒന്നുമില്ലാത്ത, അതിരുകളൊന്നുമില്ലാത്ത
ചിന്തകൾക്കപ്പുറമുള്ള ഒരു അസ്തിത്വമാണ്. അവനിലേക്ക് എത്താനുള്ള നിലകൾ അല്ലെങ്കിൽ അവനിലേക്ക് എത്താനുള്ള വഴികൾ ഒരിക്കലും അടക്കപ്പെടുന്നതല്ല. ഒരാൾ എത്ര തന്നെ ഉയർന്നാലും, എത്ര തന്നെ പുരോഗതി പ്രാപിച്ചാലും, എത്ര തന്നെ അവനിലേക്ക് അടുത്താലും, അവൻ്റെ സാമീപ്യം കരസ്ഥമാക്കിയാലും ഇനിയും കൂടുതൽ ഉയർച്ചയ്ക്കുള്ള ഉമ്മീദ് അല്ലെങ്കിൽ കിരണം ഇസ്ലാം വെച്ചിരിക്കുന്നു. അതായത് ഇസ്ലാം വളർച്ചയ്ക്ക് ഒരിക്കലും അതിര് വെച്ചിട്ടില്ല. തുടർന്ന് ഹുസൂർ പറയുന്നു, സമദ് എന്നതിൻ്റെ മറ്റൊരർത്ഥം അദ്ദായിം എന്നുമാണ്. അതായത് എന്നെന്നും നിലനിൽക്കുന്നവൻ. ഈ അർത്ഥം വെച്ച് ഈ ആയത്തുകളെ വിശദീകരിക്കുകയാണെങ്കിൽ, അതായത് ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് എന്നുള്ളതിന് ഈ അർത്ഥം വെച്ച് വിവരിക്കുകയാണെങ്കിൽ ഇവിടെ പറയുന്നത്, ഒരു ദൈവമുണ്ട്, അവൻ ഏകനുമാണ്, അവൻ എന്നെന്നും നിലനിൽക്കുന്നതുമാണ്. ഒന്നും തന്നെ അവനേക്കാൾ മുമ്പ് ഉണ്ടായിരുന്നില്ല, അവന് ശേഷം ഒന്നും തന്നെ ഉണ്ടായിരിക്കുന്നതുമല്ല. അവൻ അവ്വലുമാണ്, അവൻ ആഖറുമാണ്. ബാക്കി ഇൻഷാ അല്ലാഹു തആല അടുത്ത ദർസിൽ വിവരിക്കുന്നതാണ്.